നമ്മുടെ ദർശനാണെങ്കിൽ വിക്രത്തിനോട് വല്ലാത്ത ദേഷ്യം വന്നിട്ട് എന്തായാലും കോടതിയിൽ ഹാജരാവണം, നമ്മുടെ വേദയുടെ അച്ഛൻ്റെ മുന്നിൽ എന്തായാലും തോറ്റു കൊടുക്കാൻ തീരുമാനിക്കണില്ല. എന്തായാലും ദർശൻ നമ്മുടെ വിക്രത്തിനെ 6 കൊല്ലത്തേക്ക് ജയിലിൽ അടയ്ക്കുകയാണ്. ജയിലിൽ അടച്ചിട്ട് അങ്ങനെ ജയിലിൽ കഴിയേണ്ട എല്ലാവരും കാണാൻ വരുന്നുണ്ട്. രാജേട്ടനും ശ്രീനിവാസൻ സാറും എല്ലാവരും കാണാൻ വരുന്നുണ്ട്. എല്ലാവരോടും അവൻ ചോദിക്കേണ്ട വേദയെ പറ്റി. അപ്പോൾ അവന് വിഷമം വരണ്ട വിചാരിച്ചിട്ട് അവനോട് എല്ലാവരും ആ വേദ ഉണ്ട്, സുഖമായിരിക്കുന്നുണ്ട്, കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ അവർക്ക് ആർക്കും വേദയെക്കുറിച്ച് ഒരു വിവരമില്ല. വേദ എങ്ങടാ പോയിനെന്ന് ആർക്കും അറിയില്ല. വേദയാണെങ്കിൽ ഒരു ബസ് കയറിയിട്ട് ഇങ്ങനെ ഏതോ ഒരു രാജ്യത്ത് പോയി പെടുന്നുണ്ട്. അവിടെ പോയിട്ട് എല്ലാവരുടെ സഹായത്തോടു കൂടി അവൾ വക്കീലായിട്ട് അവിടെ നല്ല ജോലിയൊക്കെ ചെയ്ത് അവൾ ആ കുട്ടീനെ പ്രസവിക്കുന്നുണ്ട്, ഒരു പെൺകുട്ടീനെ പ്രസവിക്കുന്നുണ്ട്. ഇപ്പുറത്താണെങ്കിൽ നമ്മുടെ വിക്രമാണെങ്കിൽ ഇങ്ങനെ ജയിലിൽ വേദ ആലോചിച്ചിട്ട് കഴിയുന്നുണ്ട്. പക്ഷേ വേദ നാട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ശ്രീകാന്ത് അപ്പം കൊല്ലുമെന്ന് അറിഞ്ഞുകൊണ്ട് വേദ ഒരിക്കലും നാട്ടിലേക്ക് വരുന്നില്ല. ഏത് കംസനും അവൾ കുട്ടീനെ വിട്ടു കൊടുക്കില്ല എന്നുള്ള ഒറ്റ തീരുമാനത്തിൽ അവളവിടെ കുട്ടിയെ വളർത്തിക്കൊണ്ട് വരികയാണ്. ഇപ്പുറത്താണെങ്കിൽ നമ്മുടെ വിക്രമാണെങ്കിൽ വേദ വരാത്തതുകൊണ്ട് വല്ലാത്ത ദുഃഖമുണ്ട്. നമ്മുടെ ശ്രീജേടത്തി വിശ്വം എല്ലാവരും വരുന്നുണ്ട്. പക്ഷേ എന്തായാലും വേദ മാത്രം വരുന്നില്ല. എന്തായാലും അങ്ങനെ 6 കൊല്ലം കടന്നു പോകുന്നുണ്ട്. 6 കൊല്ലം കഴിഞ്ഞിട്ട് നമ്മുടെ വിക്രം ജയിലിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട്. പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അവൻ്റെ മനസ്സിൽ മുഴുവൻ വേദ വന്ന് നിൽക്കുന്നതാണ്. പക്ഷേ വേദമില്ല, ശ്രീജേടത്തി വിശ്വേട്ടന് മാത്രമാണ്. ഇവരോട് ചോദിക്കേണ്ടത് എവിടെയാണ്, ഇനിയെങ്കിലും പറയും എവിടെയാണ്, എന്താ വേദയ്ക്ക് എന്താ സംഭവിച്ചത്, ശ്രീകാന്ത് എന്തെങ്കിലും ചെയ്തോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ വിക്രത്തിനോട് എന്തായാലും ശ്രീജേടത്തി എല്ലാം തുറന്ന് പറയാണ്, ഇല്ല വേദ ഇവിടെ ഇല്ല, നാട്ടിലില്ല, അവൾ എവിടെ പോയിനെന്ന് അറിയില്ല, ഞങ്ങൾ കുറേ പോയി തപ്പി നോക്കി, നിങ്ങൾ താമസിച്ച സ്ഥലത്തൊക്കെ പോയി നോക്കി, അവിടെ ഒന്നും അവളില്ല, എവിടെയെന്ന് അറിയില്ല എന്നൊക്കെ പറഞ്ഞതൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ വിക്രത്തിനാണെങ്കിൽ വല്ലാത്ത വിഷമം വരുന്നുണ്ട്. വിക്രം നേരെ ചെല്ലുന്നത് നമ്മുടെ ശങ്കരനാരായണൻ്റെ അടുത്തേക്കാണ്. അയാളോട് നമ്മുടെ വിക്രത്തിനോട് പറയണ്ടേ, ഞങ്ങൾക്ക് ഒരു വിവരമില്ല, ഞങ്ങൾ അന്ന് കണ്ടതാണ്, അന്ന് നിൻ്റെ ഒപ്പം ഇവിടുന്ന് ഇറങ്ങിപ്പോയ ദിവസം കണ്ടതാണ്, പിന്നെ ഞങ്ങൾക്ക് ഒരു വിവരമില്ല എന്ന് പറയുന്നുണ്ട്. എന്തായാലും വിക്രത്തിനാണെങ്കിൽ ആകെ മനസ്സൊക്കെ വിഷമിച്ചിട്ട് എന്തായാലും നമ്മുടെ ശ്രീനിവാസൻ സാറിൻ്റെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. ശ്രീനിവാസൻ സാറിൻ്റെ ഒരു പണി പറഞ്ഞിട്ട് അവൻ എന്തായാലും നമ്മുടെ വേദന നാട്ടിലേക്ക് എത്തുന്നുണ്ട്. വേദന നാട്ടിലെത്തിയിട്ട് നമ്മുടെ വേദന കുഞ്ഞായിട്ട് പരിചയപ്പെടുന്നുണ്ട്. കുഞ്ഞായിട്ട് പരിചയപ്പെട്ടിട്ട് കുഞ്ഞിനാണെങ്കിൽ ഓരോ അപകടമൊക്കെ സംഭവിക്കുന്നുണ്ട്. അത് ആ കുട്ടിയെ രക്ഷപ്പെടുത്തുന്നുണ്ട്. എന്തായാലും നമ്മുടെ വിക്രമും ആ കുട്ടിയായിട്ട് കൂടുതൽ അടുക്കുന്നുണ്ട്. കുട്ടിക്കാണെങ്കിൽ വിക്രത്തിനെ വിട്ട് പിരിഞ്ഞിരിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. എന്തായാലും ഇനി ആ കുട്ടി കാരണം നമ്മുടെ വേദയും വിക്രമും ഇനി വീണ്ടും ഒന്നാവും. ഇത് കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഈ പ്രൊമോ അവസാനിക്കുന്നത്. ഇതുപോലെ പ്രൊമോ വിശേഷങ്ങൾ നിങ്ങളുടെ മുന്നിൽ എളുപ്പത്തിലെത്താൻ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.